ആലുവ ചൊവ്വരയിലെ ഗുണ്ടാക്രമണത്തിൽ 2 പേർ കൂടി കസ്റ്റഡിയിൽ. ആയുധങ്ങളും വാഹനവും കണ്ടെത്തി. 3 പേരുടെ അറസ്റ്റ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ മുൻ പഞ്ചായത്ത് അംഗം സുലൈമാൻ ഉൾപ്പെടെ 2 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. മാസങ്ങൾക്ക് മുൻപ് നടന്ന തർക്കത്തിന്റെ വൈരാഗ്യമാണ് ചൊവ്വാഴ്ച രാത്രി നാടിനെ നടുക്കിയ ഗുണ്ടാക്രമണത്തിൽ കലാശിച്ചത്. പ്രതികളെത്തിയത് കാറിലും ബൈക്കിലുമായി. മാരകായുധങ്ങളുമായി എത്തിയവർ ആക്രമണം അഴിച്ചുവിട്ടു. വാളുകൊണ്ട് വെട്ടേറ്റവർ ചിതറിയോടി. ഓടാൻ കഴിയാതെ നിന്ന സുലൈമാനെ തലക്കടിച്ചു വീഴ്ത്തി. ചുറ്റിക ഉപയോഗിച്ച് തല തല്ലിത്തകർത്തു. ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഫൈസൽ ബാബു, സനീർ, സിറാജ് എന്നിവരുടെ അറസ്റ്റ് നെടുമ്പാശ്ശേരി പോലീസ് രേഖപ്പെടുത്തി. തൃശൂർ സ്വദേശി മുബാറക്, മലപ്പുറം സ്വദേശി സിറാജ് എന്നിവരെ കസ്റ്റഡിയിലെടുത്തിട്ടുമുണ്ട്. ഫൈസൽ ബാബു, സിറാജ് ആൻഡ് സനീർ ഈ 3 പേർ നമ്മുടെ ജില്ലയിൽ പുറത്തുള്ള ആളാണ്. സോ ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ മാസം ഒരു സിമ്പിൾ ഹേർട്ട് കേസ് ഉണ്ടായിരുന്നു. ആ കേസിൽ ഇതിൽ ഒരു പേര് ഫൈസൽ ബാബു വിക്ടിമായിരുന്നു. സോ അതിന്റെ വൈരാഗ്യന്റെ ഭാഗമായിട്ട് ഈ ചെയ്തിട്ടുണ്ടോ അതാണോ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. പ്രതികൾ വരുന്നത് മുതൽ ആക്രമണം നടത്തുന്നത് വരെയുള്ള ദൃശ്യങ്ങൾ സമീപത്തെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. തലയ്ക്കും കഴുത്തിനും ഗുരുതരമായി പരിക്കേറ്റ മുൻ പഞ്ചായത്ത് അംഗം സുലൈമാൻ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. വെട്ടേറ്റ സിദ്ദിഖിന്റെ നിലയും ഗുരുതരമായി തുടരുന്നു. റിപ്പോർട്ടർ, കൊച്ചി.